കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി കടത്തിയ സംഘത്തിലെ 2 പേർ കൂടി പോലീസിന്റെ പിടിയിൽ. നൈജീരിയൻ പൗരനെയും ത്രിപുര സ്വദേശിയുമാണ് ബംഗളൂരുവിൽ നിന്ന് ബത്തേരി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എങ്ങനെയാണ് ഇവർ വലയിലായത്? ഇവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? പോലീസ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ, വിപിൻ? റിജിത്ത്, നൈജീരിയൻ സ്വദേശിയായ ചിക്ക അബാജുവോ, ത്രിപുര അഗർത്തല സ്വദേശിയായിട്ടുള്ള സന്ദീപ് മാലിക്, ഇവരാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവര് ബാംഗ്ലൂരിലെ MDMA മൊത്ത വ്യാപാര സംഘത്തിൽപ്പെട്ടവരെന്നാണ് പോലീസ് പറയുന്നത്. ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്നാണ് ബത്തേരി SHO NP രാഘവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ പിടികൂടിയിരിക്കുന്നത്. മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ കൂട്ടുപ്രതിയായിട്ടുള്ള ടാൻസാനിയൻ സ്വദേശിയായിട്ടുള്ള പ്രിൻസ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് പിടിയിലായിരുന്നു. ഇവരൊക്കെ തന്നെ ബാംഗ്ലൂരിലെ ഗവൺമെന്റ് കോളേജിൽ BCA വിദ്യാർത്ഥികളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം ഫെബ്രുവരി 24-ന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഷഫീഖ് എന്നൊരാൾ MDMA പിടികൂടിയിരുന്നു. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ വിദേശികളെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ചില്ലറ വിൽപ്പനയ്ക്കും സ്വന്തം ആവശ്യത്തിനൊക്കെ ആയിട്ടായിരുന്നു ഷഫീഖ് MDMA കടത്തിയത്. ഈ MDMA വന്ന വഴി ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. വിപിൻ സി വിജയൻ വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.